ഏതൊരു ട്രാവൽ എന്തൂസിയാസ്റ്റിൻ്റെയും ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഒരു കന്യാകുമാരി ടു കാശ്മീർ ട്രിപ്പ്, അതും ബൈ റോഡ്. അത് ഒരു സോളോ ട്രിപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. സാധാരണ ഇങ്ങനെയൊരു സമയത്ത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു വാഹനം എന്ന് പറയുന്നത് അതൊരു IC വെഹിക്കിൾ ആയിരിക്കും, ഐദർ ഡീസൽ ഓർ പെട്രോൾ. പക്ഷേ ഇലക്ട്രിക്കൽ വെഹിക്കിളിൽ ഒരു K2K ട്രിപ്പ് നടത്തിയ ശ്രീ മുഹമ്മദ് അസ്ലം സാറാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അസ്ലം സർ, വെൽക്കം. സർ, നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു ട്രാവൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു കന്യാകുമാരി ടു കാശ്മീർ ട്രിപ്പ് എന്ന് പറയുന്നത്. സാറിൻ്റെ ഈ ബിസിനസ് തിരക്കുകൾക്കിടയിൽ എങ്ങനെയാണ് ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്, അതും ഒരു സോളോ ട്രിപ്പ്? എന്തായിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അതിൽ ഇലക്ട്രിക് വെഹിക്കിളിൽ തന്നെ പോകണം എന്നുള്ളതായിരുന്നു ആ പ്ലാനിൽ പ്രയോറിറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. കോസ്റ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും അന്ന് ചിന്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും പേരിനോടത്ത് വെച്ച് കാണാം എന്നുള്ള ലെവലിൽ അങ്ങനെ പോയി. ഒരു കറക്റ്റ് ടൈം വന്നപ്പോൾ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു കമ്പനി വെഹിക്കിൾ BYD E6 എന്ന് പറഞ്ഞ വണ്ടി നമ്മൾക്ക് എക്വയർ ചെയ്യാൻ പറ്റി. ആ വണ്ടിയിൽ നമ്മൾ ഒത്തിരി വണ്ടികൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കംഫർട്ട്, വണ്ടിയുടെ ബോഡി വെയ്റ്റ്, വീൽ ബേസ് കാര്യങ്ങൾ, അതിൻ്റെ ഒരു സേഫ്റ്റി, ആ ഒരു സുഖങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ എന്തുകൊണ്ടും പെർഫെക്റ്റ് ആയിട്ട് ഈ വണ്ടിയിൽ പോയി വരാമെന്നുള്ള ഒരു കോൺഫിഡൻസ് വണ്ടി തന്നെ നമുക്ക് തന്നു. ഓക്കെ, ഗ്രേറ്റ്. പിന്നെ അതിന് വേണ്ട റിസർച്ചും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്ത് ഫിസിക്കലും മെൻ്റലും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തു. ഇപ്പോൾ ഫിസിക്കലായിട്ട് എന്ന് പറയുമ്പോൾ പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് കാര്യങ്ങളൊക്കെ ബിഗിൻ ചെയ്തു. ഇതൊക്കെ വേണമല്ലേ ശരിക്കും. പിന്നെ മെൻ്റൽ രീതിയിൽ നമുക്ക് പ്രിപ്പയർഡ് ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഓരോ സ്റ്റേറ്റുകൾ നമ്മൾ കവർ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും അതിനെ പറ്റിയിട്ട് ഒരു ചെറിയ റിസർച്ച്, വഴികളെ പറ്റിയുള്ള റിസർച്ച്, സേഫ്റ്റി, താമസം, ചാർജിങ്, ഇതൊക്കെ ചെയ്ത് അങ്ങനെ പ്രിപ്പയർ ആയി അങ്ങനെ ജേർണി സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, ശരിക്കും നമ്മൾ സാധാരണ ഇപ്പം സാറ് പറഞ്ഞ പോലെ ഒരു IC വെഹിക്കിൾ ലൈക്ക് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ, വലിയൊരു SUV അങ്ങനെയൊക്കെയുള്ളൊരു വാഹനങ്ങളാണ് ഇങ്ങനത്തെയൊക്കെ ട്രിപ്പുകളിൽ പ്രത്യേകിച്ചും എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. ആ സമയത്ത് സാറ് നേരത്തെ പറഞ്ഞു ബഡ്ജറ്റും കാര്യങ്ങളെല്ലാം വെച്ചിട്ടായിരുന്നു ഒരു ഇലക്ട്രിക് വെഹിക്കിൾ സെലക്ട് ചെയ്തല്ലേ. ഇപ്പോൾ ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരാളൊരു ഇലക്ട്രിക് വെഹിക്കിൾ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ല. ഇപ്പോൾ ഞാനിവിടെ നിന്നൊരു ഇപ്പോൾ ഈ പറയുന്ന പോലെ എറണാകുളത്ത് നിന്ന് ഞാൻ പാലക്കാട്ടേക്ക് ഡ്രൈവ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്, എൻ്റെ വണ്ടി എവിടെ ചാർജ് ചെയ്യും, എങ്ങനെ ചാർജ് ചെയ്യും. പക്ഷേ ഇത്രയും വലിയൊരു ട്രിപ്പ് ഏകദേശം 12 സ്റ്റേറ്റ് കവർ ചെയ്ത് 10,000-ഓളം കിലോമീറ്റർ സഞ്ചരിച്ച് അതും ഓരോ ദിവസവും പ്ലാൻ ചെയ്തിട്ട് വേണമായിരുന്നു പോയിട്ടുണ്ടായിരുന്നു അല്ലേ. എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു പ്ലാനിങ്ങും അതിൻ്റെ എക്സിക്യൂഷനും? ബിഗിനിങ്ങിൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, കാരണം അത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഞാൻ സോളോ ആണ്, അപ്പോൾ എല്ലാത്തിലും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അതിൻ്റെതായിട്ടുള്ള ഒരു ടെൻഷൻസും എല്ലാവിധ കാര്യങ്ങളും നമ്മൾ അഭിമുഖീകരിച്ചിട്ട് തന്നെയാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. ആദ്യമൊക്കെ നമുക്കൊരു ചെറിയ പേടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വഴിയിൽ ഇനിയിപ്പോൾ ചാർജിങ് സ്റ്റേഷൻ കിട്ടിയില്ലെങ്കിൽ പിന്നീട് നമ്മൾ വണ്ടിനെ പറ്റി നമ്മൾ കൂടുതൽ അറിഞ്ഞപ്പോൾ വണ്ടി കമ്പനി പറയുന്നത് 530 ആണ് റേഞ്ച്. പക്ഷെ എനിക്ക് ഈ ട്രിപ്പിൽ അണ്ടർ 6 കിലോവാട്ടിൽ ഞാൻ ഓടിച്ചപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് 630 അടുത്തേക്ക് 630+ കിട്ടി എനിക്ക്. വാവ്, ഫാന്റാസ്റ്റിക്. അത് EV എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഏറ്റവും പ്രചോദനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത്രയും റേഞ്ച് പറയുന്ന രീതിയിൽ. ആ ഗൈഡൻസിൽ നമ്മൾ ഓടിച്ചപ്പോൾ നമുക്ക് കൂടുതൽ റേഞ്ച് കിട്ടുകയാണ് ചെയ്തത് നമ്മളെ വണ്ടിയിൽ നിന്ന്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒത്തിരി വണ്ടിയും കൂടിയും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ട്രിപ്പിന് എന്നുള്ള ഒരു ലെവൽ നമുക്ക് കിട്ടിയപ്പോൾ അത് ഒത്തിരി ഹെൽപ്ഫുള്ളായി. പിന്നീട് ഇവഞ്ചലി നമ്മളെ സ്ട്രെസ്സൊക്കെ അതിലങ്ങനെ മാഞ്ഞുപോയി. ഏകദേശം എത്ര 40 ദിവസത്തോളം BYDയുടെ ഉള്ളിൽ തന്നെയായിരുന്നു അല്ലേ. അപ്പം ഈ ഒരു കാറിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്ന ഒരു എന്താ പറയുക കംഫർട്ട്, അതെല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം ഡിഫറെൻറ്റ് ടെറൈൻസ് ആണുള്ളത് അല്ലേ. ചില സ്ഥലത്ത് ഭയങ്കര ഹോട്ട് കണ്ടീഷൻ ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര സ്റ്റീപ്പായിരിക്കും വരുന്നത്. അങ്ങനെയൊക്കെയുള്ള ഡിഫറെൻറ്റ് ക്ലൈമറ്റിക്കൽ ഇഷ്യൂസും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ടെറൈൻ്റെ കാര്യങ്ങളും വരുന്നുണ്ട് അല്ലേ. ഇതിലൊക്കെ എങ്ങനെയായിരുന്നു വെഹിക്കിൾ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മളെ വണ്ടി എല്ലാ ടെറൈനിലും നോർമൽ ക്ലൈമറ്റിലാണ് വണ്ടി ഏറ്റവും കൂടുതൽ പെർഫോമൻസ് നമുക്ക് തരിക. ഇപ്പോൾ ചൂട് കൂടി കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട് മൈലേജിൽ ഡിഫറൻസ് വരും. തണവ് കൂടി കഴിഞ്ഞാലും
ചെറുതായിട്ട് നമുക്ക് മൈലേജിൽ ഡിഫറൻസ് വരും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബാറ്ററിയുടെ ഐഡിയൽ ടെമ്പറേച്ചർ വണ്ടിക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സിസ്റ്റംസ് വർക്ക് ചെയ്യുന്നുണ്ടാവാം മേ ബി. അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ ചൂട് കൂടുതലാണെങ്കിൽ നമ്മൾ AC കൂടുതൽ യൂസ് ചെയ്യും. AC ഓഫ് ചെയ്താലാണ് ഒരു 50 കിലോമീറ്റേഴ്സ് പ്ലസ് നമുക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. ഞാൻ ഈ പോയ ഒരു ടൈം റേഞ്ച് എന്ന് പറയുന്നത് നല്ലൊരു ടൈം പീരീഡ് ആണ് ക്ലൈമറ്റ് വൈസ്. അപ്പോൾ എനിക്ക് പല സ്ഥലങ്ങളിലും നല്ല തണവുള്ളത് കൊണ്ട് തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. അത് ശരി. അതേ സമയത്ത് ഒരു -4 ഡിഗ്രി 6 ഡിഗ്രി ഒക്കെ വണ്ടിയായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് എത്തുമ്പോൾ എന്നുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി ഡ്രൈനേജ് നമ്മൾ ഹീറ്റർ യൂസ് ചെയ്യും വണ്ടിയിൽ. ഹീറ്റർ യൂസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഫീൽ ചെയ്യാൻ പറ്റിയത് ഹീറ്റർ യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ ഡ്രെയിനേജ് ആവുന്നുണ്ട്. AC-നെക്കാട്ടിലും ഹീറ്ററിനാണ്. ബാക്കി കയറ്റം ഇറക്കം അതൊന്നും വണ്ടിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ നല്ല കംഫർട്ടായിരുന്നു വണ്ടി. നല്ല ബോഡി വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ക്ഷീണം കാര്യങ്ങൾ, പിന്നെ കമ്പനി ഡാബിങ് വരുന്നുള്ളത് കൊണ്ട് തന്നെ നോയിസ് ക്യാൻസലേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അതിൽ നിന്ന് നമുക്കൊരു കംഫർട്ട് ഉണ്ടായിരുന്നു. അതെ, ഗ്രേറ്റ്. സീറ്റും ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു. ഗുഡ് വെഹിക്കിൾ. ഒത്തിരി വെഹിക്കിൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാത്തിൻ്റെ ഒരു മിക്സ് എലമെന്റ്സ്, ഒരു ലക്ഷറി കംഫർട്ട് എലമെൻ്റാണ് നമ്മളെ വണ്ടിയിൽ നിന്ന് നമുക്ക് കിട്ടിയത്. ഇപ്പം സാറ് പറഞ്ഞു നിർത്തിയോടെ തന്നെ അടുത്തൊരു കാര്യം ചോദിക്കാം. ഇപ്പം നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഇത്രയും ഒരു എന്താണ് പറയുക, ഒരുപാട് ഹോംവർക്കുകളൊക്കെ നടത്തിയിട്ടുള്ളതാണ് നമ്മൾ ഈ ഒരു ട്രിപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ഇതിന് മാനുഫാക്ചറിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഡീലറുടെ ഭാഗത്തു നിന്നും, ഇപ്പോൾ EVM-ൻ്റെ സൈഡിൽ നിന്നായാലും BYD-യുടെ സൈഡിൽ നിന്നായാലും എങ്ങനെയുണ്ടായിരുന്നു സപ്പോർട്ട്സ് ഒക്കെ? ഞാൻ ട്രാവൽ ചെയ്യുന്നതിനായിട്ട് മുമ്പായിട്ട് തന്നെ ഇങ്ങനൊരു ട്രിപ്പ് പോകുന്നുണ്ട് എന്നുള്ളത് ഞാൻ BYD-ൽ അറിയിച്ചിരുന്നു. ഓക്കെ. ഒരു RSA കിട്ടാനും എന്തെങ്കിലുമൊക്കെ ഹെൽപ്പുകൾ അല്ലെങ്കിൽ നമുക്കറിയില്ലല്ലോ, റിസ്ക് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ എന്നുള്ള അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് ഞാൻ അയച്ചിട്ട് ആ മെയിൽ അവർ നല്ല രീതിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്തു. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ധൈര്യം കൂടി അവരവരുടെ ഭാഗത്തു നിന്ന് തന്നായിരുന്നു. പ്ലസ് പല സാഹചര്യങ്ങളിലും ഞാൻ അവരായിട്ട് ബന്ധപ്പെടുകയും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തന്നിട്ടുണ്ട്. നല്ലൊരു സപ്പോർട്ട് തന്നെയാണ് നമ്മളെ കമ്പനി ചെയ്തു തന്നിട്ടുള്ളത്. അത് BYD ഇന്ത്യയും EVM, കൃഷ്ണ BYD എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എല്ലാ BYD-യുടെ ഭാഗത്തുനിന്ന് ഒരു 100% സപ്പോർട്ടാണ് എനിക്ക് കിട്ടിയത്. നമ്മളിപ്പോൾ ഇവിടുന്ന് ട്രാവൽ തുടങ്ങുന്നതിന് മുമ്പ് എന്തായാലും വെഹിക്കിൾ ഒരു ഓവറോൾ ലുക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ, അതിൻ്റെ സർവീസിലും കാര്യങ്ങളൊക്കെ. ആ സമയത്ത് നമ്മുടെ EVM എന്നുള്ള ആളുകൾ എങ്ങനെയായിരുന്നു അതിനകത്ത് എന്തെങ്കിലും അഡ്വൈസ് തരിക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഷൈജു പുള്ളിക്കാരൻ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ഒത്തിരി ഒരു മെൻ്റൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ. ഞാൻ അത് പറഞ്ഞപ്പോൾ തന്നെ പുള്ളി ഒത്തിരി എക്സൈറ്റഡ് ആയി. അതുകൊണ്ട് ഞാനും എക്സൈറ്റഡ് ആയി. പിന്നെ അദ്ദേഹം അവരെ ഒഫീഷ്യൽസായിട്ട് ഇത് അറിയിച്ചപ്പോൾ അവരും എക്സൈറ്റഡ് ആയിട്ട് ആണ് അവരെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പ്രതികരണം. എല്ലാം നന്നായിരുന്നു, നല്ല രീതിയിൽ. മെയിൻലി ഇദ്ദേഹമാണ്. പിന്നെ സർവീസ് അഡ്വൈസർ മിസ്റ്റർ അരുൺ. പിന്നെ എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്. അടുത്തൊരു എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം നമ്മളൊരു ട്രാവലിൽ ഇത്രയും ലോങ്ങസ്റ്റ് ട്രാവൽ പോകുന്ന സമയത്ത് ഒരുപാട് നല്ല മൊമെൻറ്റ്സും ഉണ്ടായിരിക്കും, ചീത്ത മൊമെൻറ്റ്സ് ഉണ്ടായിരിക്കും. എക്സ്പെഷ്യലി ഒരു നെട്ടിലും ബോൾട്ടിലും ഓടുന്ന ഒരു സാധനമാണല്ലോ, അതിന് കംപ്ലയിൻസ് ഒക്കെ വരാം. അങ്ങനെയൊക്കെ ഉള്ളതിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു ഇൻസിഡൻ്റ് ഒക്കെ എന്തായിരുന്നു? ഇതിലൊരു കൾച്ചർ, നെറ്റിലും ബോട്ടിലും ഓടുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു കൾച്ചർ നമുക്ക് എപ്പോഴും വേണം. അത് ഇൻബിൽഡായിട്ട് നമുക്ക്, അതായത് ഡെയിലി രാവിലെ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ വണ്ടി ക്ലീൻ ആക്കുക, കഴുകുക, നമുക്ക് ആ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സപ്പോർട്ട് വണ്ടിയുടെ ഭാഗത്തുനിന്ന് അതിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മളെ ചിന്തയിലുണ്ടാവും. സൗണ്ട് മാറിയാലോ, എവിടുന്നെങ്കിലും വൈബ്രേഷൻ വരുന്നുണ്ടെങ്കിലോ, ഡെയിലി കൂളൻസ് എല്ലാം ചെക്ക് ചെയ്യുക, പക്കാക്കുക. അങ്ങനെ ഒരു ബന്ധം നമുക്ക് വണ്ടിയായിട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊരു ധൈര്യമായിരുന്നു ട്രാവൽ ചെയ്യാനായിട്ട്. അപ്പോൾ വണ്ടിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു കൾച്ചർ നമുക്കുള്ളത് കൊണ്ട് ഇറ്റ് വാസ് ഹെൽപ്ഫുൾ. അതിൽ നിന്നൊരു പ്ലസ് ബ്ലെസ്സിങ്ങും ഒരു പ്രത്യേകതരം ഒരു ഇതും കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും. ഇപ്പോൾ നമ്മൾ ഓരോ സ്റ്റേറ്റ് കടന്നു പോകുമ്പോൾ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്, ഡിഫറെൻറ്റ് ടെമ്പറേച്ചറാണ് വെതർ, ആൾക്കാർ, അവിടുത്തെ ഭക്ഷണം ഒക്കെ വ്യത്യാസമായിരുന്നു. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ അതിൽ കുറേ നല്ല
നല്ല ഭക്ഷണം കിട്ടിയ സ്ഥലങ്ങളുണ്ട്. ആഗ്രയിൽ നിന്ന് എനിക്ക് ഫുഡ് പോയ്സൺ കിട്ടി. അയ്യോ. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ മിക്ക ആൾക്കാർക്ക് ആഗ്രയിൽ നിന്ന് ഫുഡ് പോയ്സൺ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അമ്പിളി എന്ന് പറഞ്ഞ സിനിമയിൽ സൗബിനൊക്കെ പോയപ്പോൾ കിട്ടിയ പോലെ. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒത്തിരി നന്നായിരുന്നു. അത് ശരി. ആന്ധ്രയിലൊക്കെ കുസീൻ അടിപൊളി കുസീനാണ്. അതേപോലെ കാശ്മീർ, അവിടെ വാസ്വാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു, നമ്മുടെ നാട്ടിൽ സദ്യ ഉള്ള പോലെ അവരുടെ നാട്ടിൽ വാസ്വാൻ. ഓ അത് ശരി. അടിപൊളിയായിരുന്നു. അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ആൾക്കാർ, അവരുടെ ഹോസ്പിറ്റാലിറ്റി. പോകുന്ന വഴിക്ക് ഒത്തിരി ബാഡായിട്ടുള്ള ഒരു എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ചില സ്റ്റേറ്റുകളിലുള്ള പോലീസുകാർ അവർ കൈകാട്ടും. വെറുതെ ഒരു ആവശ്യമില്ലാണ്ട്, നമ്മളെ വണ്ടി EV ആണ്, നമ്മൾ ലീഗലായിട്ട് തന്നെയാണ് പോകുന്നത്. ഒരു ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടില്ല. എന്നിരുന്നാലും ഒരു പൈസ വാങ്ങാൻ വേണ്ടിയിട്ട് പലതും ചെയ്യും. അങ്ങനെയുള്ള ബാഡ് കാര്യങ്ങളായിട്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ വണ്ടി ഇടയ്ക്ക് വെച്ച് വണ്ടിയുടെ ഒരു കൂളൻ പമ്പ് ജമ്മു എത്തുമ്പോൾ നാശമായിരുന്നു. പക്ഷേ നമുക്ക് നാശമായിരുന്നാലും നമ്മളെ കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഒത്തിരി നല്ല സപ്പോർട്ട് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇറ്റ് വാസ് ഓക്കെ. പിന്നെ അവരത് ടേക്ക് കെയർ ചെയ്തു. പിന്നെ വണ്ടി വാറണ്ടിയിലായിരുന്നുകൊണ്ട് അത് ഈസി ആയിട്ട് മാറ്റി തന്നു. അത് ശരി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാനൊരു വണ്ടി എടുത്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ ഞാൻ ആദ്യം വിളിക്കുന്നത് ഞാൻ വണ്ടി എടുത്ത ഡീലറിലായിരിക്കും അല്ലേ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സർവീസ് അഡ്വൈസറെ ആണോ ഷീച്ചേട്ടനായാലും എങ്ങനെയായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം? വിളിക്കുന്നത് പുലർച്ചെ ഒരു 4 മണിയുടെ മുമ്പാണ്. ദൈവമേ. എന്നിട്ട് പോലും പുള്ളി നല്ലൊരു സപ്പോർട്ട് എനിക്ക് തന്നത്. അത് ശരി. ഫോൺ എടുത്തു. അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് അദ്ദേഹം ഒരു ഇമ്പോർട്ടൻസ് തരുന്നതുകൊണ്ടാണ് ഫോൺ എടുത്തത് ആ ടൈമിൽ. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. അതൊന്നും അത്രയും അടിപൊളി ആയിട്ടുള്ളൊരു ഇതാണ് തന്നത്, കെയറാണ് തന്നത് കമ്പനിയുടെ ഭാഗത്തുനിന്ന് അദ്ദേഹം. ഓക്കെ. അപ്പം EVM എന്നൊരു വെഹിക്കിൾ എടുക്കാൻ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരു അവർക്കും കൂടിയുള്ളൊരു പ്ലസ് പോയിന്റ് കൂടിയാണ് അല്ലേ. ഓക്കെ. പിന്നെ നമ്മളിപ്പം ഒരു IC വെഹിക്കിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്ര കിലോമീറ്ററിന് ഇത്ര എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മൈലേജും അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നോക്കും. ഈ ഒരു ട്രിപ്പിന് ടോട്ടൽ ഏകദേശം എത്ര കോസ്റ്റ് ആയിട്ടുണ്ടായിരിക്കും? എങ്ങനെയാണത് പ്ലാൻ ചെയ്തത്? ഒരു ടോട്ടൽ നമുക്കൊരു 90,000 ഉള്ളിലാണ് നമുക്ക് ട്രിപ്പിൻ്റെ കോസ്റ്റ് വന്നിട്ടുള്ളത്. അതിലും കുറഞ്ഞ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ഒത്തിരി സേഫായിട്ട് റിലാക്സ്ഡ് ആയിട്ടാണ് ഇൻക്ലൂഡിങ് സ്റ്റേ, ഫുഡ് എല്ലാം അടക്കം. ഇൻക്ലൂഡിങ് സ്റ്റേ, ഫുഡ്, ബാക്കിയുള്ള എല്ലാ. ഒരു ക്യൂരിയോസിറ്റിയിൽ ചോദിക്കട്ടെ, ഇതൊന്ന് മാറ്റി നിർത്തി എത്ര രൂപയ്ക്ക് ചാർജ് ചെയ്തു എന്നുള്ളതിന്റെ വല്ല കണക്കുകളും എല്ലാം ഇതിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അവിടുന്ന് വരുമ്പോൾ ടോട്ടൽ ഒരു 9 ചാർജിങ് സ്റ്റേഷനിലാണ് ഞാൻ കയറിയത്. ഫ്രം ശ്രീനഗർ ടു നമ്മൾ തൃശ്ശൂർ വരെ. അപ്പോൾ മൊത്തം ടോട്ടൽ എനിക്ക് വന്നത് 7,689 രൂപയാണ് വരുന്ന ഒരു ടൈമിൽ നമുക്ക് ചാർജിങ് വന്നത്. അതായത് 5000 കിലോമീറ്ററോളം അല്ലെ, 10 ടോട്ടൽ കവർ ചെയ്തിട്ടുണ്ടാവും. 3,500 ഉള്ളിൽ കിലോമീറ്റേഴ്സ് ഈ പറഞ്ഞ എമൗണ്ടിലാണ് നമ്മൾ കവർ ചെയ്തത്. വാവ്, ഫാന്റാസ്റ്റിക്. ഒരു EV പ്ലാൻ ചെയ്യുന്ന ആൾക്ക് ഇതിലും കൂടുതൽ എന്താ വേണ്ടല്ലേ. ഓക്കെ. അപ്പം ശരിക്കും രണ്ടും രണ്ട് അല്ലേ, അങ്ങോട്ട് കയറ്റാണെങ്കിൽ വരുമ്പോൾ ഇറക്കാണ്. പിന്നെ അതിൻ്റെതായിട്ടുള്ള ഡിഫറൻസ് അതിലുണ്ടാവും. പിന്നെ നമ്മൾ വണ്ടി എങ്ങനെയാണ് ഓടിക്കുന്നത്, വണ്ടി നമ്മൾ ഒത്തിരി പുഷ് ചെയ്ത് ഓടിച്ചാൽ ഈ പറഞ്ഞ മൈലേജ് കിട്ടില്ല. നമ്മളെ ഗൈഡൻസിൽ വണ്ടി ഹീറ്റ് ആക്കാതെ അല്ലെങ്കിൽ നമ്മളും ടയേർഡ് ആവാതെ എൻജോയ് ചെയ്ത് വണ്ടി ഓടിക്കുക. അവർ പറഞ്ഞ സ്പീഡ് ലിമിറ്റില്ല അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പറഞ്ഞ അതിനെക്കാട്ടിയും കൂടുതൽ മൈലേജ് നമുക്ക് കിട്ടുന്നുണ്ട്. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഈ നാഗ്പൂർ മഹാരാഷ്ട്ര നാഗ്പൂർ ഉണ്ടല്ലോ, മധ്യപ്രദേശ് നാഗ്പൂർ വരുന്ന വഴിക്ക് ഒരു കാടുണ്ട്. ആ കാട് ഇറക്കാണ് കംപ്ലീറ്റ്ലി. 2 സൈഡും ഗവൺമെന്റ് ഡാബ് ചെയ്തേക്കാണ് അനിമൽസിനെ വരാതിരിക്കാൻ, ഒരു സൗണ്ടിന്റെ പൊല്യൂഷൻ ഇല്ലാണ്ടിരിക്കാനും അവരെ ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കാനും. ആ ഒരു കാട് ഇറങ്ങുമ്പോഴാണ് എനിക്ക് ഈ പറഞ്ഞ 6 പോയിന്റ് ഇത് കിട്ടിയത്, ഈ ഇത്രയധികം കുറവ് കിട്ടിയത്. ഇനി ചോദിക്കാൻ പാടില്ല, ഔട്ട് ഓഫ് ദ വേ ഏറ്റവും നല്ല റോഡ്സ് എവിടെയായിരുന്നു? നമ്മളെ തെലുങ്കാന കഴിഞ്ഞ് കഴിഞ്ഞാൽ കച്ച റോഡാണ്. മഹാരാഷ്ട്ര ടു UP എത്തുന്നവരെ കുറച്ച് മോശമാണ്. NH44 അതെല്ലേ ആണ് സേഫസ്റ്റ് ഹൈവേ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ്. താങ്ക് യു. പഞ്ചാബിലൊക്കെ BYDയുടെ ആൾക്കാർ ഒത്തിരി സപ്പോർട്ടായിരുന്നു കേട്ടോ. കൃഷ്ണ BYD എന്ന് പറഞ്ഞിട്ട്. അത് ശരി. 6.6 ആണ്. കുറക്കാൻ പറ്റും. 6.6
എങ്ങനെ ഫ്രെയിമിൽ വെക്കണ്ടത്? അതൊന്നും കുഴപ്പമില്ല, അതെങ്ങനെയാലും കുഴപ്പമില്ല. ചെറുതായിട്ട് പ്ലീസ്. ഇതെന്താ സാധനം ഇവനെ? പ്രോൺസ്. അത് പ്ലേറ്റിലേക്ക് എടുത്തിട്ട് അങ്ങനെ അവരവിടുന്ന് വിളിച്ചു പറഞ്ഞ് പഞ്ചാബിൽ നിന്ന് നാട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞ് അവിടുന്ന് അവർ റിപ്പോർട്ട് ചെയ്ത് ഏറ്റവും അടുത്ത ഡിയറസ്റ്റ് ഡീലർഷിപ്പ് പഞ്ചാബ് ലുധിയാനയിലാണ്. ഓ ശരി. കൃഷ്ണ BYD എന്നാണ്. കൃഷ്ണ എന്നാണ് അവിടുത്തെ EVM എന്ന് പറഞ്ഞ പോലത്തെ വലിയൊരു ഡീലറാണ്. ഓക്കെ. അവരുടെ ഭാഗത്തുനിന്ന് അടിപൊളി ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു. പക്കായിട്ട് അവർ ഡീൽ ചെയ്തു. ഗുൽപ്രീത്, ഖുഷ്പ്രീത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ ടെക്നീഷ്യൻസ് ഒക്കെ ഹെവി പക്ക പരിപാടി. BYD-യുടെ പക്ക സപ്പോർട്ട് നല്ലുണ്ടായല്ലേ. കമ്പനിയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. എല്ലാവരും ഒരു പിന്നെ ദൈവമാണ്, ദൈവം വിചാരിച്ചോണ്ടാണ് നടന്നത്. അല്ലാണ്ട് എൻ്റെ മിടുക്കോ എൻഡ് ഓഫ് ദി ഡേ അതാണ് 100% അതാണ്. ദൈവത്തിന്റെ സപ്പോർട്ട് ഇല്ലാണ്ട് ഒരു സ്ക്രാച്ച് ഇല്ലാണ്ട് അല്ലെങ്കിൽ ഇത്ര അധികം തെഫ്റ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് ശരിയാ രക്ഷപ്പെട്ടുകൊണ്ട് പോകുന്നത്. ഇപ്പം നേരത്തെ നമ്മൾ സംസാരിക്കുന്ന ഇടയിൽ നമ്മൾ പറഞ്ഞു അറൗണ്ട് 660ഓളം റേഞ്ച് കിട്ടി. 630 അല്ലേ? അപ്പം അത്രയും റേഞ്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാറ്ററി അത്രയും കുറവേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മളൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് 13-14 കിലോവാട്ടൊക്കെ. എത്രയാണ് ലീസ്റ്റ് ആയിട്ട് കിട്ടിയത്? എവിടുന്നായിരുന്നു അത് കിട്ടിയത്? 6.6 കിലോവാട്ട് വരെ നമുക്ക് ലീസ്റ്റ് ആയിട്ട് കിട്ടി. 6.6 ഒക്കെയോ? അതിന് വല്ല എന്തെങ്കിലും പ്രൂഫ് ഉണ്ട്, ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. നമ്മൾ നാഗ്പൂർ മധ്യപ്രദേശ് ടു മഹാരാഷ്ട്ര കിടക്കുന്ന വഴിയിൽ ഒരു ജംഗിളുണ്ട്. ആ ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെ വരുമ്പോൾ കീഴോട്ട് ഇറക്കാണ്, പ്ലസ് നല്ല വഴികളാണ് രണ്ട് സൈഡിലും. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഇതിന്റെ രണ്ട് സൈഡിലും ഡാബ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള മൃഗങ്ങൾക്ക് ഒരു നോയ്സ് പൊല്യൂഷൻ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടില്ലാണ്ടിരിക്കാൻ ശരി അതും കൂടിയും കാണാൻ പറ്റി. കൂട്ടത്തിൽ നമ്മളത് എൻജോയ് ചെയ്ത് വണ്ടി വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് ആ വഴി കൂടെ നമ്മൾ വന്നത്. അപ്പോൾ 6.6 കിലോവാട്ടിൽ ഓടിച്ചപ്പോൾ നമുക്ക് 600+ ഇനിയും നന്നായി ഓടിച്ചു കഴിഞ്ഞാൽ വീണ്ടും കൂടുതൽ കിട്ടുന്നുള്ള കാര്യത്തിൽ 100% എനിക്ക് കോൺഫിഡൻ്റ് ആണ്. വണ്ടി എപ്പോഴും എനിക്ക് ഈ ഒരു ലോങ് ട്രിപ്പിൽ കൂടുതൽ മൈലേജ് തന്നിട്ടുള്ളൂ. അതെ അല്ലേ? സൂപ്പർ. ഇതിപ്പം എല്ലാം ഇപ്പോൾ വണ്ടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഡീലറിൻ്റെ സപ്പോർട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിലും ഇതിനെല്ലാം ഉപരി നമുക്കൊരു ദൈവത്തിൻ്റെ ഒരു കടാക്ഷം കൂടി ഇതിനകത്ത് എന്തായാലും ഉണ്ടാവും അല്ലേ? ഒന്നും എൻ്റെ കഴിവുകളല്ല, അവിടെ നിന്നുള്ള കടാക്ഷമാണ്. ആ ഒരു സപ്പോർട്ടും ബ്ലെസ്സിങ്ങും പിന്നെ ഒത്തിരി ആൾക്കാരെ പ്രാർത്ഥന. അതെ, ഫാമിലി എല്ലാവരും. കമ്പനി ഒത്തിരി സപ്പോർട്ട് ചെയ്തു. കമ്പനിയുടെ സപ്പോർട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതെ തീർച്ചയായിട്ടും. ഒരു കസ്റ്റമേഴ്സിനോടുള്ള ഒരു അനുഭവം ഒത്തിരി നല്ലതായിരുന്നു. ഒരു സ്ക്രാച്ചോ ഒരു ആക്സിഡന്റോ ഒന്നും ഇല്ലാണ്ട് നന്ദി പറയാണ് ഈ ഒരു സാഹചര്യത്തില് BYD ഇന്ത്യയോടും EVM കൃഷ്ണ BYD ദൈവത്തിനോടും. തീർച്ചയായിട്ടും. ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് പ്രിപ്പറേഷൻസും എല്ലാ കാര്യങ്ങളും എടുത്ത് സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ഏതൊരു കാര്യത്തിനൊരു ഒരു മെൻറ്ററോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അഡ്വൈസറോ ആവശ്യമുണ്ട്. അങ്ങനെ ആരെങ്കിലും ഒരു ട്രിപ്പിനുണ്ടായിരുന്നോ? ഈ യാത്രയിലുടനീളം എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോഴാണ് നമ്മളൊരു ഗാർഡിയൻ ഏഞ്ചൽ എന്ന് പറഞ്ഞ പോലെ നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജോസഫ് മാത്യു എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ഒരു ഗൈഡറും മെൻറ്ററും എല്ലാ രീതിയിലും അദ്ദേഹമായിരുന്നു അല്ലേ? ത്രൂ ഔട്ട് ദ ജേണി ഉണ്ടായിരുന്നു പുള്ളി. അപ്പോൾ പുള്ളിയോട് ഒത്തിരി നന്ദി രേഖപ്പെടുത്താണ് ഈ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അഡ്വൈസ് ആണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ പുള്ളിനെ കോൾ ചെയ്യും. 100% പുള്ളിനെ വിളിക്കും. ഷിച്ചേട്ടൻ 4 മണിക്ക് ഫോണൊക്കെ എടുത്ത പോലെ പുള്ളി എടുത്ത് സപ്പോർട്ട് ചെയ്ത് വരുന്നത് അല്ലേ? ഗ്രേറ്റ് സർ, താങ്ക് യു ഫ്രം EVM സൈഡ് ടു. ഓക്കെ. ഇനി ഇതേപോലെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക്, അതും EVയിലൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് എന്താണ് സാറിന് കൊടുക്കാനുള്ളൊരു അഡ്വൈസ്? EV ആയിട്ട് പോകുമ്പോൾ നമ്മൾക്ക് ഒത്തിരി ഇന്ന ടൈമിൽ അവിടെ എത്തണം, ഇന്നതുപോലെ കാര്യങ്ങൾ നടക്കണം, അങ്ങനെയുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടാവാൻ പാടില്ല. നമ്മളെല്ലാത്തിനും ലിബറലായിട്ട് നിൽക്കണം. EV ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ചാർജിങ് ചില സ്ഥലങ്ങളിൽ ചാർജ് ചെയ്യാൻ തന്നെ ചിലപ്പോൾ ടൈം എടുത്തേക്കാം. ചിലപ്പോൾ ഇലക്ട്രിസിറ്റി ഉണ്ടാവില്ല, ചിലപ്പോൾ അവിടെ അത് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല, എന്തും നമുക്ക് ഉണ്ടാവും. അപ്പോൾ വി ഹാവ് ടു ബി പ്രിപ്പയർഡ്. ഓക്കെ. അങ്ങനെയുള്ളൊരു മെൻറ്റാലിറ്റിയിൽ വേണം നമ്മളിതിനെ ഇറങ്ങിത്തിരിക്കുക. എന്ത് വന്നാലും ഫേസ് ചെയ്യുക എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് ഇറങ്ങിത്തിരിക്കേണ്ടത്. ബാക്കിയൊക്കെ ആ ഒരു ഫ്ലോടൊപ്പം എല്ലാം വന്നു ചേരും. ഓക്കെ എന്നുള്ളതാണ്. എല്ലാം നല്ല രീതിയിൽ അവസാനിക്കും എന്നുള്ളതാണ്. ശരിക്കും പ്രോപ്പർ പ്ലാൻ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് EVയിൽ നമുക്ക് എവിടേക്ക് വേണമെങ്കിൽ പോകാമെന്നാണ് ചിലപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നൊരു മെസ്സേജ് അല്ലേ? 100%. പ്രോപ്പർ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ
നമുക്ക് അതിനുള്ള ഒരു മൈൻഡ് സെറ്റും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോവാം. പ്ലസ് ബോഡി കണ്ടീഷനും കൂടി ഒരു മെയിൻ ഘടകമാണ് അല്ലേ. ഞാൻ കണ്ടിട്ടുണ്ട് ഈ നമ്മുടെ ആൾട്ടിറ്റ്യൂഡിലൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ചൂട്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഒത്തിരി പ്രിപ്പയർഡ് ആയിരിക്കണം. മാത്രമല്ല നമ്മൾ കുറേ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ ഈ കഴുത്തിനൊക്കെ ഭയങ്കര പെയിൻ ഒക്കെ വരാറില്ല. അപ്പോൾ അതിനുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 600 കിലോമീറ്റർ ആണ് ഫസ്റ്റ് ഡേ ട്രാവൽ ചെയ്ത്. പിന്നെ എല്ലാ ദിവസവും ഒരു 500. നമ്മളൊരു 6 o'clock ഒക്കെ ടൈം ആകുമ്പോഴത്തേനും നമ്മൾ വൈൻഡപ്പ് ചെയ്യും. അതെ അല്ലേ. പക്ഷേ ഒരു ചില ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ഒരു പുലർച്ചെ മുതൽ രാത്രി 10 മണി വരെ കണ്ടിന്യൂസ് ട്രാവൽ ചെയ്ത ടൈമുകളും ഉണ്ടായിരുന്നു. അതുണ്ടല്ലേ. ഓ, അങ്ങനെ വന്ന സാഹചര്യങ്ങളിൽ വണ്ടിയുടെ ഭാഗത്ത് നിന്ന് നല്ല കംഫർട്ടായിരുന്നു. വേദനകൾ, കാര്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ദൈവം സഹായിച്ച് നല്ല രീതിയിൽ തന്നെ വണ്ടി പക്കയാണ്. ഓ, സൂപ്പർ സൂപ്പർ. അപ്പം ഇനിയിപ്പോൾ K2K കഴിഞ്ഞു, ഇനി നെക്സ്റ്റ് എന്താണ് പ്ലാനിങ്? ഇതേപോലത്തെ ഒരു മെയിൻലി നോർത്ത് ഈസ്റ്റ് പോകണമെന്നുണ്ട്. കാഠ്മണ്ഡു, നേപ്പാൾ പ്ലാനിലുണ്ട്. അതെ അല്ലേ. ഓക്കെ, ഗ്രേറ്റ്. ഇനിയും കാണാൻ ഒത്തിരി ഉണ്ട്. അതെ 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 അതെ, എക്സ്പ്ലോർ ചെയ്യാൻ ഒത്തിരി ഉണ്ട്. ഇൻക്രെഡിബിൾ ഇന്ത്യ നമ്മളെ ഡ്രീം ഭയങ്കരമായിട്ട് നമുക്ക് നമ്മളെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു. ഈ ഒരു EV അതാണ് നടക്കാത്തൊരു ആഗ്രഹമാണ്. ചില കാരണങ്ങൾ കൊണ്ട് പിന്നോട്ട് വെക്കുന്ന ആ ഒരു ഡ്രീം നമുക്ക് എത്രയും ഫാസ്റ്റിൽ നമ്മളെ കയ്യിൽ ഉൾക്കൊള്ളിച്ച് നമുക്ക് തരാം ഈ ഒരു EV ഇലക്ട്രിക് വെഹിക്കിൾ കൊണ്ടാണ് പറ്റിയത് എനിക്ക്. ഓക്കെ, ഗ്രേറ്റ്.